Okay, the topic which we are now going to deal is solenoid. സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഐ തിങ്ക് 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള സാധനമാണ് അല്ലേ. എന്നതാ ഒരു വൗണ്ടഡ് കോയിൽ അല്ലേ, അതായത് ഒരു അയൺ കോറിന് ചുറ്റുമായിട്ട് വൗണ്ടഡ് കോയിൽസ് ആയിട്ടുണ്ടാവും. റൈറ്റ്, ആ കോറിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ക്യാൻ ബി ഈസിലി വേർഡ് മാഗ്നറ്റൈസ് ആസ് വെൽ ആസ് ഡിമാഗ്നറ്റൈസ്. അത് ടൈപ്പ് ഓഫ് മാഗ്നറ്റിസം നമുക്ക് കുറച്ചൊക്കെ നിങ്ങൾ +2 കെമിസ്ട്രിയിലടക്കം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. So we'll move on with solenoid itself. So solenoid is a coil or wire tightly wound to form a helical shape. So how would you draw a solenoid? It would be like this. Alright, and രണ്ട് എൻഡ് ഉണ്ടാവും അല്ലേ, അതിൽ ഒരു എൻഡിൽ കൂടെ കറണ്ട് പാസ് ചെയ്യും. So this eye and the eye comes outside. And you have learned in I think 9th or 10th class this induction എന്ന് പറഞ്ഞൊരു ചെറിയ വാക്കും പഠിച്ചിട്ടുണ്ടാവും. ഈ കറണ്ട് ക്യാരിങ് കോയിൽ it will generate magnetism around it. Right, now this and all ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. എങ്ങനെയാണ് മാഗ്നറ്റിസം വരുന്ന ഡയറക്ഷൻ എന്നൊക്കെ I will tell you later on. You might have learned in 10th but I will repeat it again. Right, അപ്പോൾ നമുക്ക് എന്താ ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ തന്നെ കുറച്ച് നേരത്തെ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഒരൊറ്റ കോയിൽ ഉണ്ടായിരുന്നുള്ളൂ വെച്ച് കഴിഞ്ഞാൽ. സപ്പോസ് there was only one coil. Right, what was this magnetism's equation? B is proportional to, I am not writing the entire equation, or I can write the equation. It will be what? Mu 0 I by 2R. Right, at a distance r, the magnetic field due to or inside a coil is mu 0 I by 2r. At a single coil central ഉണ്ടാവുന്ന magnetic field equation ആണത്. അതിൻ്റെ അർത്ഥം B is proportional to I ആണ് അല്ലേ. കറണ്ട് കൂടുന്തോറും മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ഈ R പറഞ്ഞത് ഞാൻ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്തിട്ടുള്ളതല്ലേ, ദാറ്റ് ഹാസ് നോട്ട് to be changed. That is not supposed to be changed because I want to find in any way if I can increase the magnetic field at a point. ഒരു പോയിന്റിൽ എനിക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യാനുള്ള വഴികൾ ഏതൊക്കെയാണ്? ഈ ഇക്വേഷൻ പ്രകാരം R എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. വെച്ചാൽ അതേ പോയിന്റിൽ തന്നെ എനിക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്. mu 0 ഒരു കോൺസ്റ്റൻ്റ് ആണ്, 2 ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്ത് മാത്രം ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ? I അല്ലേ. അപ്പോൾ ഇവിടെ അതാണ് പ്രാധാന്യം വരുന്നത്. വെൻ I increases മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ്. പക്ഷെ ഒരു സിംഗിൾ കോയിലിൽ ഒരു പരിധി ഉണ്ട് ടിൽ വിച്ച് വേ ഓർ ടിൽ ഹൗ മച്ച് I can increase the current. I എന്ന് പറഞ്ഞ വാല്യൂ വല്ലാണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഈ കോയിൽ താങ്ങാൻ തന്നെ പറ്റില്ല അല്ലേ. വല്ലാണ്ട് ഹീറ്റായിട്ട് എനർജി ലോസ് നടത്തി ചിലപ്പോൾ ഈ കോയിൽ തന്നെ കണ്ടിട്ട് നശിച്ചു പോകും. So there is a limit I can increase the current to. So there is another alternative which is brought, that what happens if I increase the number of turns. ഓരോ ടേണിലും നമുക്ക് ഇത്രയാണല്ലേ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ 2 ടേൺ വന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് അത്രയും കൂടും. അങ്ങനെ മൾട്ടിപ്പിൾ ടേൺസ് കൂടും തോറും മാഗ്നറ്റിക് ഫീൽഡ് കൂടാണ്. ദാറ്റ്സ് വൈ ദ ന്യൂ ടേം കോൾഡ് N, വേർ N is ഈയോടെ N എന്ന് പറയുന്നത് ക്യാപിറ്റൽ N ആക്കാം കേട്ടോ, ക്യാപിറ്റൽ N, വേർ N is a number of turns. Right, so it becomes n കൂടി കയറി കഴിഞ്ഞാൽ ഇവിടെ എന്താ ഇക്വേഷൻ വരാം? B is equal to mu 0 ni by 2r. റൈറ്റ്, ഇത് എന്തെല്ലാം കേട്ടോ പേപ്പർ ഇക്വേഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനിത് പറഞ്ഞു എന്നുള്ളൂ. ഈ ഇക്വേഷൻ എഴുതണമെന്നില്ല. I just want to increase that when number of turns increases the magnetic field increase. റൈറ്റ്, അപ്പോൾ ഇതല്ല സോളിനോയിഡിൻ്റെ ഇക്വേഷൻ കേട്ടോ. ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ്. ഒരു കോയിലിന് കാരണമാണെങ്കിൽ mu is equal to mu 0 I by 2r. 2 കോയിലായി കഴിഞ്ഞാൽ 2 ഇൻറ്റു ചെയ്യണം, 3 ഇൻറ്റു ആണ്, മൾട്ടിപ്പിൾ ടൈംസ് ഇൻക്രീസ് ചെയ്ത് വരും. സോ B can be increased by just increasing the number of turns of the coil. റൈറ്റ്, അങ്ങനെ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടിന്യൂസ് കോയിൽ മാത്രമാണ് ഒരു സോളിനോയിഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുണ്ടല്ലോ. ഇനി സോളിനോയിഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് വരുന്നത്? ആൻഡ് വൈ സോളിനോയിഡ് ഇസ് സെറ്റ് ടു ബി ഈക്വലന്റ് ടു വാട്ട് മാഗ്നറ്റ്. ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് മാതിരിയാണ് സ്വഭാവം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ബട്ട് ഐ വിൽ ഗിവ് യു ലൈറ്റ് ഐഡിയ. റൈറ്റ്, സപ്പോസ് എൻ്റെ ഒരു സോളിനോയിഡ് ഇവിടെ എടുത്തു മേടിക്കുക, ഇച്ചിരി വലുതായിട്ട് വരയ്ക്കാം. റൈറ്റ്, ലെറ്റ്സ് സേ ദ കറണ്ട് ഇസ് കമ്മിങ് ഫ്രം ദിസ് സൈഡ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ മാത്രം നോക്കട്ടോ. ഈ പോയിന്റിൽ കറണ്ട് ഇൻറ്റു ആണ് പോകണം അല്ലേ. ഈ പോയിന്റിൽ പക്ഷെ എങ്ങനെയാണ്? ഔട്ട് ടു അല്ലേ. അപ്പോൾ ഇതിന് തുല്യമായിട്ട് ഞാനിവിടെ വേറെ ഫിഗർ വരയ്ക്കുകയാണ്. ഈ പോയിന്റിന് തുല്യമായിട്ട് ഇൻറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ക്രോസ് ഇടണം അല്ലേ. റൈറ്റ്, ക്ലിയർ ഉണ്ടല്ലോ. വാട്ടർ ടു റൈറ്റ്. ദെൻ ഇവിടെ ഔട്ട് ടു എന്ന് ഞാൻ എന്ത് ചെയ്യും? ഡോട്ട്. പിന്നെ അതേമാതിരി ഇവിടെ ഈ പോയിന്റിൽ ഇൻറ്റു ഔട്ട്. ഇൻറ്റു എന്ന് പറഞ്ഞാൽ പ്ലെയിൻ്റെ ഉള്ളിലേക്ക് പോകണ മാതിരി. അപ്പോൾ ഇവിടെ ഇൻറ്റു, അപ്പോൾ ഇവിടെ ഔട്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ റിങ്ങിന് ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്. അല്ലേ, ഇങ്ങനെയാണ് നിങ്ങളുടെ ഫിഗർ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ.
എന്തുകൊണ്ട് ആ ക്രോസും ഡോട്ടും വന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ക്ലിയർ ആവുണ്ടല്ലോ? നൗ ഐ എം ഗോയിങ് ടു റിവേഴ്സ് ഇറ്റ് ഗൈസ്, ഐ വിൽ ടെൽ യു. റൈറ്റ്, ഇത്രയും ക്ലിയർ ആവുണ്ടല്ലോ? സോ ദിസ് ഈസ് ഇൻ ടു, ദിസ് ഈസ് ഔട്ട്. ക്ലിയർ? Right, now let's draw the magnetic field lines for it. Again I am going to draw it here. Okay, I have drawn the lines. I think you might be having a doubt how compressed or congested the lines are. So make you understand. See, this one and this one is same. I just reversed it to make you guys understand. Now the current is going inside, right? Sorry, coming out. So current direction gives the thumb, right? The rest of the fingers gives the direction of magnetic field. Thumb, current, magnetic field direction. See which direction it is going. So each point is, see, it's just like this. If this is my paper, one coil has been inserted like this. So the current is going in. Clear? And when the same coil passes through the paper and comes in this direction, in the paper's point of view, it is coming out. So that is this point. Clear? So this here current is going in, means the magnetic field is in this direction, right? Similarly, each coil section is inserted like this, continuous helical shape. So here the magnetic field is in this direction. I will darken it if you want. ഞാനത് ഡാർക്കൺ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടി വൃത്തിയിൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് റെഡ് പെൻ യൂസ് ചെയ്യാം. ഓക്കെ, കണ്ടോ? ഈ ഫീൽഡ് ഈ ഡയറക്ഷനാണ്, ഇയാൾക്ക് ഇവിടെ ഇങ്ങനെ, എല്ലാത്തിനും ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണല്ലോ, റൈറ്റ്. അങ്ങനെ അതേമാതിരി ഇവിടുത്തെ കേസ് നോക്കിയേ, ഇവിടെ കറണ്ട് എങ്ങോട്ടാ? ഉള്ളിലോട്ടാണ് പോകണം. കുറേ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ തമ്പ് അടിയിലേക്ക് വയ്ക്കുക, ഫിംഗേഴ്സ് ഈ ഡയറക്ഷനിലല്ലേ. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്, അതും ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ട്, റൈറ്റ്. അപ്പോൾ എല്ലാത്തിനും സ്വന്തമായിട്ടില്ല അല്ലേ. ഇനി ഒരു റിങ് മാത്രമാണോ ഉണ്ടാവുക? അല്ല, ഇതൊരു ഒരൊറ്റ കണ്ടക്ടറായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്പിൾ റിങ്സ് ഉണ്ടാവുമല്ലോ, റൈറ്റ്. അത് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ റിങ്ങും ഓവർലാപ്പ് ചെയ്യും. സോ ഇറ്റ് ബിക്കം സ്ട്രേറ്റ് ലൈക്ക് ദിസ്. ഇവരെ ഓവർലാപ്പ് ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുക? ഇവരെല്ലാവരും കൂടിയിട്ട് ഒരൊറ്റ റിങ് കാണണ്ട. അത് ഇതിൻ്റെ തന്നെ വലിയ വേർഷൻ, അതാണ് ഈ കാണുന്ന റിങ്. ക്ലിയർ ആവുന്നിരിക്കുന്നത്? സി going like this, going like this, like this, like this, like this. Similarly രണ്ടാമത്തെ വര വരച്ച് മനസ്സിലാവുണ്ട് രണ്ടാമത്തത്, റൈറ്റ്. സിമിലർലി ഗോയിങ് ലൈക്ക് ദിസ്, ലൈക്ക് ദിസ്, ലൈക്ക് ദിസ്, ലൈക്ക് ദിസ്. ക്ലിയർ ആവുണ്ടല്ലോ? ഈ ഭാഗം കാണുള്ളൂ. ഇത് ഏതെങ്കിലും എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഭാഗം തന്നെ ആയിരിക്കും. റൈറ്റ്, വുഡ് ഹാവ് ബീൻ ലൈക്ക് ദിസ്. ഐ ഹവ് നോട്ട് ഡ്രോൺ ഇറ്റ്. എന്തുകൊണ്ടാണ്? ഡിസ്റ്റൻസ് കൂടുന്നതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്തായാലും കുറവായിരിക്കും. ബട്ട് ഈ പാർട്ടിൽ മാഗ്നറ്റിക് ഫീൽഡ് നല്ല സ്ട്രോങ് ആയിരിക്കും. ക്ലിയർ ആവുന്നതിന് നൗ സിമിലർലി ഹിയർ ഐ ഹാവ് എക്സ്റ്റെൻഡഡ് ദിസ് സർക്കിൾ. ഇങ്ങനെ വരച്ചു. ക്ലിയർ ആവുന്നതിന് കുറച്ച് ടൈം എടുത്ത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, റൈറ്റ്. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് നോക്കി, ഈ സൈഡിൽ ഉള്ളിൽ തട്ടാം മുകളിലത്തെ പോർഷനിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കല്ലേ വരകൾ പോണേ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നതിന്, റൈറ്റ്. സിമിലർലി ഇവിടെയും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കല്ലേ. സോ ഐ ഹാവ് ഡ്രോൺ ദ ലൈൻസ് കണ്ടിന്യൂസ്ലി ഫ്രം ദിസ് ലെഫ്റ്റ് ടു റൈറ്റ്, നടുക്കത്തെ പോർഷൻ, റൈറ്റ്. ഇവിടെ ഞാൻ ആദ്യം വരച്ചതാണ്. ദെൻ ഐ യൂസ്ഡ് എ വൈറ്റ്നർ ടു റിമൂവ് ഇറ്റ്. എന്നാൽ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് അവിടെ എന്താ എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ? അപ്പോൾ നമുക്കറിയാം ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, ഒരു സാധാരണ ബാർ മാഗ്നറ്റ് നമുക്ക് നോക്കാം. ഇതേമാതിരി തന്നെയല്ലേ ഈ ഫിഗറും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് മാത്രം നോക്കാം കേട്ടോ, റൈറ്റ്. കർവ്, 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 നടുക്ക് കുറച്ച് ലൈൻസ്, സ്ട്രെയിറ്റ് ലൈൻസ്, റൈറ്റ്. സി അങ്ങനെയാണെങ്കിൽ ഇതേമാതിരത്തെ ലൈനാണെങ്കിൽ ഇൻസൈഡിൽ നമ്മളോട് എന്തെഴുതണം? ഉള്ളിൽ എന്താ? സൗത്ത് ടു നോർത്ത് അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഗോസ് ലൈക്ക് ദിസ് അല്ലേ? ക്ലിയർ ഉണ്ടല്ലോ? ഉണ്ടോ ഏരോ? അപ്പോൾ ഇതെന്തായിരിക്കണം? ഇവിടുത്തെ സോളിനോയിഡ് ഇത് സൗത്ത് ആയിരിക്കണം, ഇത് നോർത്ത് ആയിരിക്കണം. ക്ലിയർ ആവുണ്ടോ ഇങ്ങനെ? റൈറ്റ്. സിമിലർലി ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ? ഇങ്ങോട്ട് ഡയറക്ഷൻ, റൈറ്റ്. Then here it will be this direction, right. That's why we say solenoid and bar magnets, magnetic field lines are similar, means obviously its characteristics will be also similar. Clear on looking at? Now we just told there is magnetic field due to solenoid etc. Now we are going to find what is the magnitude of that magnetic field. എന്താണ് അതിൻ്റെ ഇക്വേഷൻ, എന്താണ് അതിൻ്റെ പാരാമീറ്റർ? ഇതൊരു ഡെറിവേഷൻ ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പടത്തിലേക്ക് നോക്കാം. ഫസ്റ്റ് we have to draw a figure for deriving it. Okay, I have drawn the picture for deriving the magnetic field, guys. Look into the figure properly. Same figure as that of the previous one. This one is പൈപ്പിന് അല്ലെങ്കിൽ നമ്മുടെ സോളിനോയിഡ് വയറിനെ നമ്മൾ സൈഡ് വ്യൂവിൽ കട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സോളിനോയിഡിൻ്റെ ഉൾഭാഗത്തുള്ള ആക്സസ് ആണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇതാണ് സോളിനോയിഡ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ, ഇപ്പോൾ ഇതാണ് പൈപ്പ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വെച്ചോ, ഇതിൻ്റെ ഞാൻ ഇങ്ങനെ അരിയുക, റൈറ്റ്.
അരിഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് പോർഷൻ ഉണ്ടാവുമല്ലോ, റൈറ്റ്? സോ ആക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നടുക്കത്തെ പോയിന്റുകളാണ്. അതായത് വെൻ യു കൺസിഡർ ദി സൈഡിൽ ദി പോയിന്റ്, ഈ ലൈനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആക്സസ്. ക്ലിയർ ആവുന്നിരിക്കുന്നത് ആ ആക്സസിലെ നടുക്കത്തെ ഏതെങ്കിലും ഒരു പോയിന്റ്, ആ നടുക്കുള്ള ആക്സസിലെ ഏതെങ്കിലും ഒരു പോയിന്റ് പി ആണെന്ന് വിചാരിക്കാം, റൈറ്റ്? നൗ പി ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ, സേ ഈ എലമെൻറ്റ് വിത്ത് ഈ എലമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഐ ഡ്രൂ ഇറ്റ് ലാർജ്. ദ എലമെൻറ്റ് ഇസ് യൂഷ്വലി വെരി സ്മോൾ ഗൈസ്, റൈറ്റ്? സോ ലെറ്റ്സ് സേ ദിസ് ആംഗിൾ ഓർ എലമെൻറ്റ് ഇസ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് പോയിന്റ് പി, റൈറ്റ്? ഈ പി എന്ന് പറഞ്ഞാൽ ഈ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ നമുക്ക് ചേഞ്ച് ചെയ്യാം ഡിപ്പെൻഡിങ് അപ്പോൺ ദ പാരാമീറ്റർ ഓഫ് ദ പൊസിഷൻ യു വാണ്ട് ടു ടേക്ക്. ക്ലിയർ ആണെന്ന് വെക്കുന്നത്, റൈറ്റ്? ഇത്രയും ക്ലിയർ ആയല്ലോ. ലെറ്റ്സ് സേ ദ ഡയാമീറ്റർ ഓഫ് ദിസ് സോളിനോയിഡ്, ലെറ്റ്സ് സേ ഇറ്റ് ഇസ് ആർ. Clear? Let's say okay, this much is clear. Now we are going to consider what is the basic equation of magnetic field of a single coil. Basic equation, not the center. Mu 0 I r squared divided by 2r squared plus x squared raised to 3/2. I hope you remember this equation. So there is another parameter x which I have not mentioned, that is the element's distance, this one, distance from the point P. Let's say that is x. Clear? Right. Now this is for a single turn, right? Here in this case we are having multiple turns. In the case of solenoid multiple turns ഉള്ളതാണല്ലേ. അപ്പോൾ ക്യാപിറ്റൽ N ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്തെന്ന് എഴുതണം? mu 0 I കൂടെ ഒരു n കൂടി ഉണ്ടാവും, പിന്നെ r squared divided by 2 into r squared plus x squared raised to 3/2. ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഫോർമുല, അത് n എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ഉണ്ടല്ലോ. ഇനി ഞാനൊരു പുതിയൊരു പാരാമീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്, ദാറ്റ് ഇസ് സ്മോൾ n. That is total number of turns per unit length. ഒരു യൂണിറ്റ് ലെങ്ത്തിൽ വരാൻ പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഞാൻ n എന്നാണ് പറയുക. ക്യാപിറ്റൽ എന്താ? മൊത്തം ടേൺസ് കേട്ടോ. സ്മോൾ n എന്താ? ഒരു യൂണിറ്റ് ലെങ്ത്തിൽ വരാൻ പോകുന്ന നമ്പർ ഓഫ് ടേൺസ്. ക്ലിയർ ആവുന്നതിന് അങ്ങനെയാണെങ്കിൽ ഇവിടെ L ഇല്ലല്ലോ, നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് ഇത് ഡി എക്സ് അല്ലേ. സോ ഹിയർ ഇൻ പ്ലേസ് ഓഫ് L I will write it as dx, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ക്യാപിറ്റൽ N is equal to n dx അല്ലേ ഈ ഇക്വേഷനിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ഇക്വേഷൻ വാട്ട് വുഡ് ബി? ഇപ്പോൾ ഇതൊരു ചെറിയ എലമെൻ്റ് അല്ലേ, അപ്പോൾ ഇവിടെ ബീന് പകരം ഞാൻ എന്ത് എഴുതേണ്ടി വരും? ഡി ബി എന്ന് എഴുതേണ്ടി വരും അല്ലേ. സോ ഡി ബി ഇസ് ഈക്വൽ ടു ഇൻ പ്ലേസ് ഓഫ് എൻ ഐ വിൽ റൈറ്റ് എൻ ഡി എക്സ്, പിന്നെ എന്താ പാരാമീറ്റർ ഉള്ള mu 0 I r squared divided by 2 into r squared plus x squared whole raised to 3/2. Let's make this as a first equation. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ഫിഗറിലേക്ക് പോകണം കേട്ടോ. ഇത് ആർ എന്ന് പറഞ്ഞാൽ ഇതും ആറാണല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ എന്താണ്? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ആർ ബൈ എക്സ്, ഓർ എക്സിന് എനിക്ക് ആർ ബൈ ടാൻ തീറ്റ എന്ന് എഴുതാം അല്ലേ. ആർ ബൈ ടാൻ തീറ്റ എന്ത്? 1 / tan തീറ്റ, ദാറ്റ് ഇസ് കോട്ട് തീറ്റ. സോ ഐ വിൽ റൈറ്റ് ഇറ്റ് ആസ് ആർ കോട്ട് തീറ്റ. അതോടെ ഇരിക്കട്ടെ. വി റിക്വയർ ദിസ് അഗെയിൻ. നൗ ഈ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോട്ട് തീറ്റ തന്നെ ഐ എം ഗോയിങ് ടു ഡിഫറൻഷിയേറ്റ് ഇൻ ബോത്ത് സൈഡ്സ്. ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഡി എക്സ് ബൈ ഡി തീറ്റ ഇൻ ടേംസ് ഓഫ് ഡി തീറ്റ ഇസ് ഈക്വൽ ടു ആർ കോട്ട് തീറ്റേൻ്റെ ഡെറിവേഷൻ അറിയണം കേട്ടോ. കൊസീക് സ്ക്വയർ മൈനസ് കൊസീക് സ്ക്വയർ തീറ്റയാണ്, റൈറ്റ്? ബൈ ഹാർട്ട് ചെയ്യായിരിക്കും നല്ലത്. സോ അങ്ങനെയാണെങ്കിൽ ഡി എക്സ് ബൈ ഡി തീറ്റ അല്ലേ. അപ്പോൾ ഡി എക്സിന് എന്തിനാണ് ഇതൊക്കെ ചെയ്യണേ? നമുക്കിവിടെയുള്ള പാരാമീറ്റേഴ്സിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നോക്കിയേ, നമുക്ക് എല്ലാ ഇക്വേഷനും എല്ലാം ഡി ബിൻ്റെയും ആൻസർ വരേണ്ടത് ഇവിടെ തീറ്റേൻ്റെ ഫോമിലാണെങ്കിലാണ് നമുക്ക് അല്ലേ. ഓർമ്മയുണ്ടോ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു നമ്മൾ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഡിറൈവ് ചെയ്തപ്പോഴും നമുക്ക് ആംഗിളിലാണ് കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പം. സോ വി റിക്വയർ ദ എൻറ്റയർ ഇക്വേഷൻസ് ഇൻ ടേംസ് ഓഫ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഡി എക്സിൻ്റെ ടേംസൊക്കെ കളയണം, എക്സ് എന്ന് പറഞ്ഞ ടേം കളയണം, ആർ ഇരുന്നോട്ടെ, ബിക്കോസ് ആർ ഗിവ്സ് ദ റേഡിയസ് ഓഫ് ദ സോളിനോയിഡ്, റൈറ്റ്? സോ വി റിക്വയർ ദ എൻറ്റയർ ഡെറിവേഷൻ ഇൻ ടേംസ് ഓഫ് വാട്ട് തീറ്റ അല്ലേ. അങ്ങനെ വരുന്ന കാരണം കൊണ്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഡി എക്സ് അപ്പോൾ എന്തായിരിക്കും? മൈനസ് ആർ കൊസീക് സ്ക്വയർ ഡി തീറ്റ, റൈറ്റ്? ഇതോടെ ഇരിക്കട്ടെ. അതേമാതിരി എക്സ് ഇസ് ഈക്വൽ ടു ആർ കോട്ട് തീറ്റ ഉണ്ട്. ഇത് രണ്ടും നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകണമാണ് ഫസ്റ്റ് ഇക്വേഷനിൽ. സോ ദാറ്റ് നൗ ഡി ബി നൗ ബിക്കംസ് വാട്ട്? മൈനസ് എൻ. ഡി എക്സിന് പകരം ഞാൻ എന്ത് എഴുതും അല്ലേ? ആർ കൊസീക് സ്ക്വയർഡ് ഡി തീറ്റ എന്ന് എഴുതും. പിന്നുള്ളൊരു മ്യൂ നോട്ട് ഉണ്ട്, ഒരു ഐ ഉണ്ട്, ആർ സ്ക്വയർഡ് ഉണ്ട്, ഹോൾ ഡിവൈഡഡ് ബൈ 2 r സ്ക്വയർഡ്. എക്സ് സ്ക്വയറിന് പകരം എന്ത് ഞാൻ എഴുതും? ആർ സ്ക്വയർ
കോഡ് സ്ക്വയർഡ് തീറ്റ. കഴിഞ്ഞില്ലേ എല്ലാതും? പിന്നെ ഒരു ന്യൂമറേറ്ററിലുള്ള അല്ലെങ്കിൽ റെസിപ്രോക്കലായിട്ടുള്ള 3/2, റെസിപ്രോക്കലല്ല പവറായിട്ടുള്ള 3/2 ഉണ്ട്. ക്ലിയർ? റൈറ്റ്. നൗ ഇവിടെ നിന്ന് എനിക്ക് ആർ സ്ക്വയർഡ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 1/cot squared theta. വാട്ട് ഇസ് 1 plus cot squared theta? ദാറ്റ് ഇസ് cosec squared theta. എന്നത് ഒന്നുകൂടി പറഞ്ഞാൽ ആർ സ്ക്വയർഡ് കോമൺ ആണ്. ഐ വിൽ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. വിൽ ബി 1 plus cot squared theta. 1 plus cot squared theta is cosec squared theta. Now listen how I am going to write. It is minus nr cosec squared theta. I am not changing the numerator, guys. I will change later on. ir squared. റൈറ്റ്. ഹിയർ ആർ സ്ക്വയർഡ് മാത്രം പുറത്തിട്ടാൽ പറ്റുമോ? ഇല്ല, എൻ്റെ മുകളിലൊരു 3/2 ഉണ്ടല്ലേ. അപ്പോൾ ആർ സ്ക്വയറിൻ്റെ കൂടാറുണ്ട്, ഒരു 3/2 ഉണ്ട് അല്ലേ. പിന്നെ എന്താ ഉള്ളത്? 1 plus cot squared theta എന്ത് എഴുതാമെന്ന് പറഞ്ഞാൽ cosec squared theta. ആ cosec squared thetaക്ക് ന്യൂമറേറ്ററിൽ പവർ ഉണ്ടോ? 3/2. റൈറ്റ്. നൗ വാട്ട് ഹാപ്പൻസ് ഹിയർ? minus nr cosec squared theta d theta mu naught ir squared whole divided by 2. ഈ 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും? ഒരു ആർ ക്യൂബ് ഉണ്ടാവും. റൈറ്റ്. പിന്നെ എന്താ ഉണ്ടാവണേ? ഇവിടെ ഒരു കൊസീക് സ്ക്വയർഡും പോയി കഴിഞ്ഞാൽ എന്താ? ഒരു കൊസീക് ക്യൂബ് ഉണ്ടാവും. കൊസീക് ക്യൂബ് തീറ്റ. റൈറ്റ്. ഇനി എന്തെങ്കിലും കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ നോക്കുക. ഇവിടെ ഒരു ആർ സ്ക്വയർഡും ഉണ്ട്, ഇവിടെ ഒരു ആറും ഉണ്ട്. അപ്പോൾ എന്താ പറയുക? ആർ ക്യൂബല്ലേ. അപ്പം ഡിനോമിനേറ്ററിൽ ആർ ക്യൂബ് പോവും. പിന്നെ ഒരു കൊസീക് ക്യൂബ് തീറ്റ ഉണ്ട്, ഒരു കൊസീക് സ്ക്വയർഡ് തീറ്റ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു കൊസീക് സ്ക്വയർഡ് പോയി കഴിഞ്ഞാൽ ബാക്കി ഡിനോമിനേറ്ററിൽ ഒരു കൊസീക് തീറ്റ ഉണ്ടാവും അല്ലേ. സോ ഐ എം ഗോയിങ് ടു റീപ്ലേസ് ഹിയർ മൈനസ് എൻ. ആറ് പോയി, ആർ ക്യൂബ് ആയിട്ട് പോയി. പിന്നെ ഒരു കൊസീക് സ്ക്വയർഡ് ഉണ്ടായിരുന്നു, അതും പോവും. പിന്നെ ഒരു കൊസീക് സ്ക്വയർഡ് ഡീറ്റ ഇല്ല. പിന്നെ ഒരു ഡി തീറ്റ മാത്രം ഉണ്ടാവും അല്ലേ. പിന്നെ എന്താ ഉള്ള ഒരു മ്യൂസറും ഉണ്ടാവും, പിന്നെ ഒരു ഐ ഉണ്ടാവും. ന്യൂമറേറ്ററിൽ എത്ര ഉണ്ടാവുള്ളൂ? ഡിനോമിനേറ്ററിൽ എന്താ ഉണ്ടാവുക? ഒരു 2 ഉണ്ടാവും. ആർ ക്യൂബ് തിരിച്ചു. സോ ഇറ്റ് വിൽ ബി ഓൺലി 1 cosec theta. 1/cosec theta എനിക്ക് എന്തെന്ന് എഴുതാം? സൈൻ തീറ്റ എന്ന് എഴുതാം. സോ ഒന്ന് റീഅറേഞ്ച് എഴുതാണ് കേട്ടോ. മൈനസ് എൻ മ്യൂ നോട്ട് ഐ സൈൻ തീറ്റ ഡി തീറ്റ അല്ലേ. അവിടെ ഒരു ഡിനോമിനേറ്റർ ഒരു 2 ഉണ്ട്. റൈറ്റ്. ദറ്റ് ഈസ് യുവർ വാല്യൂ ഓഫ് വാട്ട്? ഡി ബി. അതായത് ചെറിയൊരു എലമെൻറ്റ് ഡി എക്സ് കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ഡി ബി ഇസ് ഈക്വൽ ടു മൈനസ് എൻ മ്യൂ 0 സൈൻ തീറ്റ ഡി തീറ്റ. ആഫ്റ്റർ ഡിറൈവിംഗ് ദിസ് ഇക്വേഷൻ, വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ ഹിയർ? യു ആർ സപ്പോസ് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ എൻറ്റയർ കോയിൽ. ഒരു കോയിൽ മൊത്തത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അറിയണം വേണ്ടേ. അപ്പോൾ മൊത്തം മാഗ്നറ്റിക് ഫീൽഡ് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ബി കിട്ടണമെങ്കിൽ ഐ ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ദിസ് ഡി ബി അല്ലേ. ഈ ഡി ബി ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഏത് ലിമിറ്റ് തൊട്ട് ഒരു ലിമിറ്റ് ഞാൻ റഫായിട്ട് ഇനി വരയ്ക്കാൻ പോകുള്ളൂ. ശ്രദ്ധിക്കുക. ഇതായിരുന്നു സോളിനോയിഡ് രണ്ടറ്റം. ഞാൻ ഇൻറ്റു ഔട്ട് ഒന്നും വരയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ പി ഇവിടെയായിരുന്നു സെൻറ്റർ അല്ലേ. അപ്പോൾ ഈ സെൻറ്ററിൽ ഈ ഒരു പോയിന്റ് പി ആണ് എടുത്തു. എലമെൻറ്റിൽ ഞാൻ ഒരു ലൈന് കൺസിഡർ ചെയ്തു. വെച്ചാൽ എലമെൻറ്റ് ഇസ് വെരി സ്മോൾ. ഈ ആംഗിളല്ല നമ്മൾ തീറ്റാന്ന് എടുത്തിരുന്നത്. റൈറ്റ്. അപ്പോൾ നമ്മളോട് പറയുന്നത് ഒരു എൻഡ് തൊട്ടിട്ട് വേറെ എൻഡ് വരെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. അപ്പോൾ ഈ ഒരു എൻഡ് സപ്പോസ് ഇതാണ് എൻഡ്, രണ്ട് എൻഡ് എന്ന് പറയാം. റൈറ്റ്. അപ്പോൾ പീൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്ത് പാരാമീറ്റർ നീക്കിയാലാണ് എനിക്ക് ഒരു എൻഡ് തൊട്ടിട്ട് ഒരു എൻഡ് വരെ അളക്കാൻ എളുപ്പം? ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഏത് പാരാമീറ്റർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് മൊത്തം അളക്കാൻ സുഖം വരെ? ഈ മൊത്തം സോളിനോയിഡിൽ ഈ തീറ്റ മാറ്റിയാൽ പോരെ. അതായത് നോക്കി, ഈ തീറ്റേൻ്റെ ടേംസിലല്ല എല്ലാതും. കറണ്ട് മാറ്റിയാലൊന്നും കിട്ടില്ല. അപ്പോൾ എന്ത് മാറ്റണം? ആംഗിൾ മാറ്റണം അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എങ്ങനെ മാറ്റുക? ഈ അറ്റത്ത് നിന്നാണ്, അതായത് ലെഫ്റ്റ് മോസ്റ്റ് അറ്റത്ത് നിന്നാണ് ഞാൻ അളക്കി തുടങ്ങണമെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ എടുക്കുകയാണ് കേട്ടോ. റൈറ്റ്. അപ്പോൾ ഈ പോയിൻ്റിൽ നില വരുന്ന അപ്പോൾ തീറ്റ കുറഞ്ഞു. ഈ കുറഞ്ഞ ആംഗിൾ തീറ്റ 2 ആണെന്ന് വിചാരിക്കുക. തീറ്റ 2 ഇസ് ലെസ് എന്ന് വിചാരിക്കുക. സോ ഐ എം ഗോയിങ് ടു മെഷർ തീറ്റ 1 അല്ലെങ്കിൽ തീറ്റ 2 എന്ന് പറയുന്നത് ഈ എൻഡ് പീലുണ്ടാക്കുന്ന സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ ആണല്ലോ. സിമിലർലി ഈ അറ്റം സബ്ടെൻഡ് ചെയ്യാൻ പോകുന്ന ആംഗിൾ വിൽ നെയിം ഇറ്റ് ആസ് വാട്ട്? തീറ്റ 1. റൈറ്റ്. ദിസ് എൻഡ് വിച്ച് സബ്സ്റ്റൻഡ്. അപ്പോൾ ഇതെന്താ? ഒപ്റ്റ്യൂസ്. ഇത് ഒക്യൂട്ട് ആംഗിൾ ആയിരിക്കും അല്ലേ. തീറ്റ 1 ലാർജറാണ്. ദിസ് എൻഡ് വിച്ച് സബ്സ്റ്റൻസ് ആംഗിൾ വിത്ത് പി ഇസ് തീറ്റ 1. ക്ലിയർ ആവുന്നിരിക്കുന്നത്? മനസ്സിലാവുന്നിരിക്കുന്നത്? ഞാൻ വേറെ കളർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ തീറ്റ എവിടെ നിന്ന് ചേഞ്ച് ചെയ്യണു? ഇറ്റ് ചേഞ്ചസ് ഫ്രം തീറ്റ 2 ടു തീറ്റ 1. ക്ലിയർ ആവുണ്ടല്ലോ. സോ ഐ എം ഗോയിങ് ടു റൈറ്റ് ഇറ്റ് ഇൻ ദിസ് ഇക്വേഷൻ. സോ വി ആർ ഗോയിങ് ടു പുട്ട് ദ ലിമിറ്റ്സ് ഗൈസ്. റൈറ്റ്. The limit I am going to put it from theta 2 to
θ1. എന്തുകൊണ്ട് θ1 എന്ന് ആദ്യം എടുത്തില്ലെങ്കിൽ നമ്മൾ എല്ലാ ഡെറിവേഷനിലും നമ്മൾ θ2 ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു മൈനസ് ഫാക്ടർ വരുന്നേ ഉള്ളൂ. ക്ലിയർ ആവുന്ന വിചാരിക്കുന്നത് മൈനസ് ഫാക്ടർ വന്നാലും നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം അറിയേണ്ട കാര്യമുള്ളൂ ഇവിടെ. ക്ലിയർ ആവുന്നിരിക്കുന്നത് റൈറ്റ്. അപ്പോൾ ചില ഡെറിവേഷനിൽ θ1 ആയിരിക്കും കേട്ടോ, ചെറിയ ആംഗിൾ ആയിരിക്കും ഉണ്ടാവുക. ഇറ്റ്സ് ഓക്കെ, ബോത്ത് ഓഫ് ദം ആർ കറക്റ്റ്. ജസ്റ്റ് എവിടെയാണോ നമ്മൾ ചെറിയ വാല്യൂ എടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ നെഗറ്റീവിൻ്റെ വാല്യൂ അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ വരുന്നേ ഉള്ളൂ. But we require only the magnitude. This much clear? Right. Now I have written this equation. Now we are going to apply this here. അപ്പോൾ integral dB ഇവിടെ തന്നെ നമുക്ക് എഴുതിയാലോ. Right. So integral എഴുതുമ്പോൾ n mu 0 I by 2 ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. So minus n mu 0 I by 2 integral sin theta d theta. The limit is from theta to θ1. Clear ആവുന്നിരിക്കുന്നു? Right. Now what is integral sin theta? It is minus cos theta. ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇൻ്റഗ്രേഷൻ ഡെറിവേഷൻ ചെറിയ ബേസിക് ഫോർമുലാസ് അറിഞ്ഞിരിക്കണം. So it becomes n mu 0 I by 2 right minus cos theta and the limit is θ1 θ2. ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ you will get n mu 0 I by 2 അല്ലേ, മൈനസ് മൈനസ് പ്ലസ് ആയില്ലേ. So it will be cos θ1 minus cos θ2. This is the basic equation of a magnetic field at any point along the axis of a solenoid. By heart ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യം. ക്ലിയർ ആവുണ്ടല്ലോ. ഇനി നമ്മൾ കുറച്ച് കേസസ് ആയിട്ട്, അതായത് കേസ് 1 കേസ് 2 ഇത് നമ്മൾ കോയിലിന് സിംഗിൾ കോയിലിന് ചെയ്ത മാതിരി തന്നെ. Now what happens if this coil is infinitely long? വളരെ വളരെ ലാർജ് ആണെന്ന് വിചാരിക്കാം. ഇത് കോയിൽ വല്ലാണ്ട് നീളം കൂടുതലാണെങ്കിൽ ഒന്നുകൂടി ഞാൻ റഫായിട്ട് വരയ്ക്കുകയാണ് കേട്ടോ. ഐ എം ജസ്റ്റ് ഡ്രോയിങ് ദ കോയിൽ ആസ് എ റഫ് ഫിഗർ. ഇതാണ് കോയിൽ. റൈറ്റ്. 2 അറ്റങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിച്ചു അല്ലേ. അപ്പോൾ അതിൽ θ1 θ2 ഒക്കെ ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കണം. ഞാൻ ഈ സെൻട്രൽ ലൈൻ വരയ്ക്കാൻ പോകുന്നില്ല. പി എന്ന പോയിന്റിൽ ഇൻഫൈനറ്റ്ലി ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോയിട്ടുണ്ടാവും. റൈറ്റ്. ഇതും ഇൻഫിനിറ്റിയിലേക്ക് പോയിട്ടുണ്ടാവും. റൈറ്റ്. അപ്പോൾ ഈ പോയിന്റ് പിയിലേക്ക് ഓക്കെ ഇറ്റ്സ് വെരി ലാർജ് മീൻസ് ദ ആംഗിൾ ഗോസ് ഓൺ സ്ട്രെയിറ്റ്. ഏതാണ്ട് സ്ട്രെയിറ്റ് ലൈൻ മാതിരി പോയിരിക്കും അല്ലേ. ഇത് പോയി 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 പറഞ്ഞാൽ എന്തായിരിക്കും, ഇത് നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ആംഗിൾ ചെറുതായി അല്ലേ. ഈ ആംഗിളല്ലേ നമുക്കറിയേണ്ടത്. നോക്കിയേ, ഇതല്ലേ നമ്മുടെ θ2 ആയിരുന്നത്. അതേമാതിരി ഈ ആംഗിൾ എന്താ ഉണ്ടായിരുന്നത്, ഇതായിരുന്നു നമ്മൾ θ1 നിർത്തിയിരുന്നത്. എവിടെ തൊട്ട് ഇവിടെ വരെ, ഇവിടെ വരെ. Right, this was your angle θ1, this was your angle θ2. So as you increase the length, θ2 ചെറുതായിട്ട് എന്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും, θ2 will go on to become 0 degree. Right, ചെറുതായിട്ട് പരന്നു പോയില്ലേ. എന്നാൽ θ1 ഇങ്ങോട്ട് നീങ്ങത്തോറും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും അല്ലേ. It goes in this direction. So θ1 goes on to become how much, 180 degree അല്ലേ. അപ്പോൾ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ഒരു കോയിലിൽ വരുമ്പോൾ എന്താ ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ബി ഈസ് ഈക്വൽ ടു n mu 0 I by 2 cos θ1 cos 180 degrees minus 1 minus 1 അല്ലേ. 1 അല്ലേ 0 ഡിഗ്രിന്ന് വരും. അപ്പോൾ -2 എന്ന് വരും. സോ യു ഗെറ്റ് മൈനസ് n mu 0 I എന്ന് വരും ബി. ബട്ട് മാഗ്നിറ്റ്യൂഡിൽ എടുക്കുമ്പോൾ എന്താ ഉണ്ടാവുള്ളൂ, ബി ഈസ് ഈക്വൽ ടു മോഡുലസ് എടുക്കും. സോ ഇറ്റ് ബിക്കം n mu 0 I. That is a magnetic field on an axis inside a solenoid അല്ലേ. ഒരു സാധാരണ സോളിനോയിഡ് നമ്മളോട് മെൻഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരു സാധാരണ സോളിനോയിഡ് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഇൻഡിക്കേറ്റ് ദാറ്റ് ദ സോളിനോയിഡ് ഈസ് ഇൻഫിനിറ്റ്ലി ലോങ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ആൻഡ് ദ ഇൻസൈഡ് ഓഫ് സോളിനോയിഡ് ഈസ് ബി ഈസ് ഈക്വൽ ടു n mu 0 I. ഇറ്റ്സ് വെരി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ക്ലിയർ ആയി വിചാരിക്കുന്നു. Now second case നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുക. സപ്പോസ് now we are going to consider the point. ഇപ്പോൾ എക്സാക്ട് സെൻറ്ററിൽ ഇൻഫിനിറ്റ്ലി ലാർജ് വയർ ആയിരുന്നു അല്ലേ. എക്സാക്ട് സെൻറ്റർ ഓഫ് ദ സോളിനോയിഡ് വെൻ ദ സോളിനോയിഡ് ഈസ് ഇൻഫിനിറ്റ്ലി ലാർജ്. ക്ലിയർ ആവാൻ വെക്കുന്നത് എന്താ, at the center, magnetic field at the center of a solenoid of an infinitely large solenoid. ക്ലിയർ. ലാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് ലെങ്ത് ആണ് കേട്ടോ. ഇനി ഇതേമാതിരി ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സോളിനോയിഡ് ഞാൻ വിചാരിക്കുക. ബട്ട് ദ പോയിന്റ് ഇസ് അറ്റ് വൺ ഓഫ് ദ എഡ്ജ്. അതായത് ഇതേ കേസ് തന്നെ ഞാൻ ഒന്നുകൂടി ഡ്രോ ചെയ്യാണ് റഫായിട്ട്. റൈറ്റ്. സപ്പോസ് ദിസ് ഇസ് മൈ എഡ്ജ്. ഒരെണ്ണത്തിൻ്റെ എഡ്ജ് എനിക്കറിയാം കേട്ടോ. എൻ്റെ അവിടെ പി അല്ലേ. ഇവിടെ വരയ്ക്കരുത്, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ പി എന്ന പോയിന്റിൽ ഈ ഇപ്പോൾ എങ്ങനെ ഞാൻ എടുക്കേണ്ടത്, രണ്ടറ്റം കൺസിഡർ ചെയ്യണ്ടേ. അപ്പോൾ ഈ അറ്റം എളുപ്പമായി കേട്ടോ. ഈ അറ്റം മാത്രം കൺസിഡർ ചെയ്തേ അല്ലേ. അപ്പോൾ അവിടെ θ2 എത്ര വരിക,
സി ഇറ്റ് വിൽ ബി 90 ഡിഗ്രി അല്ലേ. ഈ പോയിന്റ് പിയിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താ, ബൈസെക്ട് ഇങ്ങനെ നേരെ വരല്ലേ. സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് 90 ഡിഗ്രി, റൈറ്റ്. സോ ഐ വിൽ റൈറ്റ് theta to is 90 ഡിഗ്രി. ടേക്ക് യുവർ ടൈം ഗൈസ്, യു വിൽ അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇതിലേക്ക് ഉണ്ടാക്കിയ ആംഗിൾ ഈ ഡയഗ്രി സൈഡിലായാലും ഈ സൈഡിലായാലും 90 ഡിഗ്രിയാണ്, റൈറ്റ്. സിമിലർലി ഈ അറ്റം ഇൻഫിനിറ്റിലി നീങ്ങി പോവല്ലേ, റൈറ്റ്. എങ്ങോട്ട് പോവുക, ഓക്കെ, ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ. സോ ആദ്യം ഇവിടെ ആയിരുന്നു വിചാരിക്കുക. അപ്പോൾ ഈ ആംഗിൾ എങ്ങനെ നമ്മൾ എടുക്കുന്നത്, ഇതായിരുന്നു അല്ലേ, ഹോൾ ആംഗിൾ എടുക്കും, റൈറ്റ്. പിന്നെ ഈ അറ്റത്തേക്ക് ആയിക്കഴിഞ്ഞാൽ എന്താവും, പിന്നെ ആംഗിൾ വലുതായി ഒബ്റ്റ്യൂസായി പിന്നെ ഇൻഫിനിറ്റിലേക്കല്ലേ പോകണേ. സോ ദിസ് ആംഗിൾ വിൽ ബി വാട്ട്, θ1, റൈറ്റ്. സോ θ1 വിൽ ബി 180 ഡിഗ്രി അല്ലേ. ആദ്യം ഇവിടെ ആയിരുന്നു, പിന്നെ ഇങ്ങനെ പരന്ന് നേരെ സ്ട്രൈറ്റ് ആവില്ലേ ഇൻഫിനിറ്റിലി ലോഡ്ജിങ് ആയിക്കഴിഞ്ഞാൽ. സോ θ1 വിൽ ബി 180 ഡിഗ്രി. Clear on again. So we will substitute the equation here, this one, that is B will be equal to mu 0 ni by 2. അപ്പോൾ cos θ1 -1 വരും അല്ലേ, പിന്നെ cos 90 degree is 0, right. So you will get the answer as minus mu 0 ni by 2. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ മൈനസ് പോയി, it will be mu 0 ni by 2. So this is a magnetic field of a solenoid when I am considering the exact end or edge. അപ്പോൾ എഡ്ജിൽ ഉണ്ടാവുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇതാണ്, സെൻറ്ററിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇതാണ്. സോളിനോയിഡിൻ്റെ എഡ്ജിലുള്ള വാല്യൂ ഇതാണ്, മാഗ്നറ്റിക് ഫീൽഡ് സോളിനോയിഡിൻ്റെ സെൻറ്ററിലുള്ള വാല്യൂ ഇതാണ്. ക്ലിയർ ആവുണ്ടല്ലോ. സാധാരണഗതിയിൽ ഒരു എക്സ്ട്രാ പോയിന്റ് കൂടി പറയാം. ഒരു സാധാരണ ഐഡിയൽ സോളിനോയിഡിൽ ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡ് എവിടെ ഉണ്ടാവില്ല, ഔട്ടർ സർഫസിൽ ഉണ്ടാവില്ല. എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ, ഇൻസൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഇസ് എൻ ഐഡിയൽ കേസ്, ഓക്കെ, റൈറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞു, ഇൻ പ്ലേസ് ഓഫ് ഇൻ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഡിസ്റ്റൻസ് അറൗണ്ട്, അല്ലെങ്കിൽ ഈ സോളിനോയിഡിൻ്റെ ഇതാണ് സെൻറ്റർ, റൈറ്റ്. സെൻറ്ററിൽ നിങ്ങൾക്കറിയാമല്ലോ എന്താ മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം ആണ് അല്ലേ. നോക്കി അറ്റങ്ങളിലേക്ക് എത്തിയപ്പോൾ പകുതിയായില്ലേ അല്ലേ. പകുതി ആയിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താടോ, ദാറ്റ് മീൻസ് എത്രത്തോളം ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും, കുറഞ്ഞു വരും. അപ്പോൾ സെൻറ്ററിലാണ് എൻ്റെ മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് ആയി വന്നിട്ടുള്ള എന്താ n mu 0 i വന്നിരിക്കുന്നു. ക്ലിയർ. അപ്പോൾ ഈ ഫിഗർ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ സെൻറ്ററിൽ അല്ലേ, അപ്പോൾ ഇത് അറ്റല്ലേ, അപ്പോൾ സെൻറ്റർ ചെയ്താണ്ട് ഇവിടെ എടുക്കണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറം -L/2 ലെങ്ത് ആയിരിക്കും, പകുതി. മൊത്തം ലെങ്ത് L ആണെങ്കിൽ ഇപ്പുറം എന്തായിരിക്കും, +L/2 അല്ലേ. അപ്പോൾ ഇതിന് ഇക്വലൻ്റ് ആയിട്ട് ഇവിടെ ഞാൻ മാർക്ക് ചെയ്യണം കേട്ടോ ഗ്രാഫിൽ. ദിസ് ഇസ് -L/2 L/2 പോർഷൻ. അപ്പോൾ നോക്കിയേ, ഹാഫ് എഡ്ജിലേക്ക് വരുമ്പോഴത്തേക്കും -L/2 അല്ലേ, എഡ്ജിലേക്ക് വരുമ്പോഴത്തേക്കും എന്താ ഹാഫ് ആയില്ലേ. അപ്പോൾ മൈനസ് ഇവിടെ ഈ പോയിന്റ് ഞാൻ റൈറ്റിലാണ് കൺസിഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ -L/2 എന്തോന്നുണ്ടാവും, എത്രയാണ് വന്നത്, mu 0 ni by 2 വാല്യൂ ആയി, റൈറ്റ്. അതേമാതിരി ഈ പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യാണ്ട് ഞാൻ ഇവിടെയാണ് കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ അല്ലേ. ക്ലിയർ ആവുമ്പോഴേക്കിന് സോ പ്ലസ് വാല്യൂ ആയിരിക്കും വരിക ഡയറക്റ്റായിട്ട്. സോ ഇറ്റ് വിൽ ബി mu 0 ni by 2. നമ്മൾ രണ്ട് കേസിലും മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യണുള്ളൂ. സോ കുറഞ്ഞു വരുന്നല്ലേ. സോ ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. Clear? This is the graphical representation of magnetic field of a solenoid. Maximum at the center of the solenoid, it goes out reducing towards the edge. Clear? റൈറ്റ്. മനസ്സിലായി വിചാരിക്കുന്നു, റൈറ്റ്. ഇനി ഇത്രയൊന്നും നൂലാമാർ ഇതൊക്കെ നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സംടൈംസ് ദേ സ്ട്രേറ്റ് അവേ ആസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ഐഡിയൽ സോളിനോയിഡ്. ഇപ്പോൾ ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു ഐഡിയൽ സോളിനോയിഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് മാത്രം കേട്ടോ, എഡ്ജിൻ്റെ കേസല്ല, ഇൻസൈഡ് മാത്രം കണ്ടുപിടിക്കാൻ പറയും. ആൻഡ് യു വിൽ ബി ആസ്ഡ് ഓൺലി ടു യൂസ് ആംപിയർ സർക്യൂട്ടർ ലോ. ആംപിയർ സർക്യൂട്ടർ ലോ വെച്ചിട്ട് ഇതേ ഇക്വേഷൻ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. അത് B is equal to n mu 0 i ഡിറൈവ് ചെയ്യാൻ പറ്റുമെന്ന് സ്ട്രേറ്റ് അവേ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദറ്റ് ഇസ് ദ ആൻസർ. ഐ എം ഗോയിങ് ടു ഡു ദ ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. ദറ്റ് ഇസ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ആൻ ഐഡിയൽ സോളിനോയിഡ് വിച്ച് ഇസ് ഇൻഫിനിറ്റ്ലി ലോങ് യൂസിങ് ആംപിയർ സർക്യൂട്ടർ ലോ. Again we are going to draw a rough diagram guys. ക്ലിയർ. അപ്പോൾ എന്താ നമ്മൾ വരച്ചത് നേരത്തെ മാതിരി തന്നെ. സി ഗൈസ്, ഇത്ര സ്പേസിങ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. ശരിക്കും ഇത്ര സ്പേസിംഗ് ഒന്നും പാടില്ല, എന്നാലും ഉണ്ടാവും. ബട്ട് ശരിക്കും നമ്മുടെ ശരിക്കുള്ള സോളിനോയിഡ് നിങ്ങൾ ട്രാൻസ്ഫോമറിൽ കാണുന്നുണ്ട്, റൈറ്റ്. ട്രാൻസ്ഫോമറിൽ നിങ്ങൾ കോയിൽ കണ്ടിട്ടുണ്ടാവും, കോപ്പറിൻ്റെ കോയിൽ.
ഇറ്റ് ഈസ് വെരി വെരി ക്ലോസ്. ഈ ഹെയറിൻ്റെ ഡിസ്റ്റൻസ് പോലും അതിനില്ല. സോ ഇറ്റ്സ് വെരി ക്ലോസ് ഗൈസ്. ഇറ്റ് ഷുഡ് ബി ക്ലോസ് സോ ദാറ്റ് എനർജി ലോസ് ഇസ് നോട്ട് ദർ. അപ്പോൾ അത് പറഞ്ഞു എന്നുള്ളൂ. ബട്ട് പഠിപ്പിക്കാൻ സ്പേസിങ് വെച്ചിട്ടാണ് പഠിപ്പിക്കുക. സോ ദിസ് ഇസ് നോട്ട് ആൻ ഐഡിയൽ കണ്ടീഷൻ. ഓക്കെ, കണ്ടോ അതിൽ ഞാനൊരു ഗ്യാപ്പ് വന്നു പോയി, സോറി. എന്തായാലും മനസ്സിലാക്കുക. അപ്പോൾ ആംബിയൻ സർക്യൂട്ട് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ എന്ത് വരയ്ക്കണം? ഒരു ആംപീരിയൻ ലൂപ്പ് വരയ്ക്കണം. സോ വി ആർ ഗോയിങ് ടു കൺസിഡർ ദിസ് ആസ് എൻ ആംപീരിയൻ ലൂപ്പ്. അതായത് കുറച്ച് പകുതിയും പുറത്ത് അല്ലേ, ക്ലിയർ ആവുമ്പോഴേക്കിന് നമുക്ക് ഇൻസൈഡ് അല്ലേ, അപ്പോൾ ഇൻസൈഡ് കൂടി കൺസിഡർ ചെയ്തിട്ട് നമുക്കൊരു ആംപിയർ ഇത് ഈ പോയിന്റിലാണ് കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ എൻറ്റയർ ഇത് സെൻട്രൽ പോർഷൻ. ക്ലിയർ ആവുമ്പോഴേക്കിന് ആ ലൂപ്പിനെ നമുക്ക് പേര് കൊടുക്കാം എ ബി സി ഡി എന്ന് പേര് കൊടുത്തു. ക്ലിയർ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കണം, നിങ്ങൾക്ക് അറിയണമല്ലോ. ഉള്ളിലത്തെ ഞാൻ വരയ്ക്കാൻ നിൽക്കുന്നില്ല. ക്ലിയർ ആവുന്നതിന് അല്ലെങ്കിൽ നമുക്ക് ഓക്കെ ഫീൽഡ് ലൈൻസ് വരച്ചോ. യു ആർ ഹാവിങ് ഡൗട്ട്, നമുക്ക് ഡയറക്ഷൻ നോക്കാനുള്ളതാണ്. സപ്പോസ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഡയറക്ഷൻ എടുത്തിരിക്കുന്നത് ലൂപ്പിൻ്റെ. ക്ലിയർ റൈറ്റ്. നൗ കൺസിഡറിങ് എ ബി സി ഡി ലൂപ്പ്. ഈ അഗെയിൻ എൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അത് ഞാൻ പറയണമെന്നില്ലല്ലോ, യു നോ ദാറ്റ്. സോ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. നമ്മളെന്താ പറഞ്ഞിരുന്നത്? ഇൻ്റഗ്രൽ ബി ഡി അല്ലെ ആംപിയർ ലൂപ്പ് എന്തായിരുന്നു? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ എൻക്ലോസ്ഡ് അല്ലെങ്കിൽ മ്യൂ 0 ഐ ഇൻസൈഡ് എൻക്ലോസ്ഡ് ആയിട്ടുള്ള കറണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ബി ഡി എൽ ഓഫ് ദിസ് എൻറ്റയർ ലൂപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ എഴുതിക്കൂടും. ഓരോ സെഗ്മെൻറ്റും കൺസിഡർ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ബി ഡി എൽ ഓഫ് എ ബി പ്ലസ് ഇൻ്റഗ്രൽ എ ബി കഴിഞ്ഞാൽ നമുക്കെന്താ ബി സി ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ പ്ലസ് ഇൻ്റഗ്രൽ ബി സി കഴിഞ്ഞാൽ എന്താ സി ഡി ബി ഡി എൽ പിന്നെ പ്ലസ് ഇൻ്റഗ്രൽ സി ഡി കഴിഞ്ഞ് ഡി എ ബി ഡി എൽ. ഡോട്ടഡ് എല്ലാത്തിനും ഡോട്ടുണ്ട്. ബി ഡോട്ട് പ്രൊഡക്റ്റാണ് ആൻഡ് ഇറ്റ്സ് എ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ അല്ലേ. അതാണല്ലോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. റൈറ്റ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു മ്യൂ 0 ഐ ഇൻസൈഡ്. റൈറ്റ്. അതിരിക്കട്ടെ അവിടെ. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഏറ്റവും ആദ്യത്തെ ഭാഗം നോക്കി എ ബി എന്ന് പറയുന്നത് എന്ത് കണ്ടീഷൻ പറഞ്ഞത് ഓർമ്മ ഉണ്ട്? ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞു ഒരു ഐഡിയൽ സോളിനോയിഡിൽ ദർ ഇസ് നോ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ്. അപ്പോൾ എ ബി കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താ? 0. അപ്പോൾ ഈ പാരാമീറ്റർ 0 ആയി. ബി 0 അല്ലേ? റൈറ്റ്. നെക്സ്റ്റ് നമ്മൾ പാരാമീറ്റർ നോക്കിയേ. ഈ ബി സി എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് നോക്കട്ടോ. ബി സിയുടെ ഡി എൽ എന്ന് പറഞ്ഞാൽ ഈ എലമെൻറ്റ് അല്ലേ. ഈ ഡി എൽ താഴോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷൻ. സോ ആംഗിൾ ഇസ് 90 ഡിഗ്രി. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കോസ് അല്ലേ. അപ്പോൾ ബി സി ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ ബി ഡി എൽ കോസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? ഈ പാരാമീറ്ററും 0 ആയി. സന്തോഷമായ. ഇനി വേറെ ഏതിൻ്റെ പാരാമീറ്റർ ഉണ്ടോ? അതേമാതിരി തന്നെയല്ലേ ബി സി മാതിരി തന്നെയല്ലേ ഡി എ എലമെൻറ്റ് മൂവിങ് അപ്പ് ബി ഇൻ ദിസ് ഡിറക്ഷൻ ആംഗിൾ ഇസ് 90 ഡിഗ്രി. അപ്പോൾ എനിക്ക് ഡി എ എന്ന് പറഞ്ഞ സാധനം എന്തായി? 0. ക്ലിയർ. അപ്പോൾ 3 പാരാമീറ്റേഴ്സ് 0 ആയി. അപ്പോൾ ആരും ഇനി നോക്കാണല്ലോ സി ഡി ഈസ് അലോങ് പറയാൻ പറ്റില്ല. മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദിസ് ഡിറക്ഷൻ സി ഡി ഇസ് ഇൻ ദിസ് ഡിറക്ഷൻ മീൻസ് തീറ്റ ഈസ് 180 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് എഴുതാണെങ്കിൽ ഇൻ്റഗ്രൽ സി ഡി ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മൈനസ് ബി. ഇപ്പോൾ ഡി എൽ എന്ന് പറഞ്ഞാൽ ഇതിന് സപ്പോസ് ഇതിൻ്റെ എല്ലാത്തിനും ലെങ്ത് എൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഡി എല്ലിന് പകരം എന്ത് എഴുതുന്നുണ്ട്? മൈനസ് ബി എൽ. എന്തുകൊണ്ട് -1 കോസ് 180 ഡിഗ്രി കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതണം? മ്യൂ 0 ഐ എൻക്ലോസ്ഡ് അല്ലെങ്കിൽ ഐ ഇൻസൈഡ്. ക്ലിയർ ആവുന്നതൊക്കെ റൈറ്റ്. അപ്പോൾ നമ്മളിവിടെ നോക്കിയേ ഒരു യൂണിറ്റ് മീറ്റർ ഒരു ചെറിയ യൂണിറ്റ് ഒരു യൂണിറ്റിനാണെന്ന് വിചാരിക്കുക. എൻ നമ്പർ ഓഫ് ടേൺസ് അല്ലേ. അല്ല അതല്ല അർത്ഥം. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ഒരു യൂണിറ്റിന് n ടേൺസ് ആണെങ്കിൽ എൽ മീറ്ററിന് എത്ര ഉണ്ടാവും അല്ലേ? എൽ മീറ്ററിൽ എത്ര ടേൺസ് ഉണ്ടാവും? n × l ടേൺസ് ഉണ്ടാവും അല്ലേ. ഇനി ഒരു മീറ്ററിൽ ഐ കറണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ടേണിൽ ഒരു ആംബിയർ അല്ലെങ്കിൽ 1 ഐ കറണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഐ കറണ്ട് ഇസ് ഫ്ലോയിങ് ഇൻ 1 ടേൺ. അപ്പോൾ NL ടേൺസിൽ എത്ര കറണ്ട് ഉണ്ടാവും? n × l × I. ഒന്നുകൂടി ശ്രദ്ധിച്ച്, ഒരു യൂണിറ്റിന് ഒരു മീറ്ററിന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിരിക്കുക. ഒരു യൂണിറ്റിന് n ടേൺസ് ഉണ്ട്. അപ്പോൾ L ലെങ്ത്തിന് എത്ര ടേൺസ് ഉണ്ടാവും? ഇത്ര നീളത്തിൽ n × l ടേൺസ് ഉണ്ടാവും ഇല്ലേ. ഇനി ഒരു ടേണിൽ ഐ കറണ്ട് ഉണ്ട്. അപ്പോൾ NL ടേൺസിൽ എത്ര കറണ്ട് ഉണ്ടാവും? n × l I. അപ്പോൾ നമുക്ക് അറിയണതില്ലല്ലോ. നമ്മൾ വിചാരിക്കുകയാണ് ഇത്ര ലെങ്ത്തിൽ ഇപ്പോൾ NL ടേൺസ് ഉണ്ട്, അപ്പോൾ എത്ര കറണ്ട് ഉണ്ടാവും? എന്തുകൊണ്ട് നമുക്ക് ഇത്രയും ലൂപ്പിൻ്റെ ഉള്ളിലുള്ള കറണ്ട് അല്ലേ വേണ്ടു? ഐ എൻക്ലോസ്ഡ് അല്ലേ വേണ്ടേ? അപ്പോൾ ഇവിടെ ഐയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കണം? -BL = µ0 I. ഐയുടെ അവിടെ എന്ത് എഴുതും?
എൻ എൽ ഐ. എന്തിന് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും? എൽ ക്യാൻസൽ ചെയ്യാം അല്ലേ? സോ ഐ ക്യാൻ റൈറ്റ് ബി ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ 0 എൻ ഐ. സെയിം ഫോർമുല കിട്ടിയില്ലേ? മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ മൈനസ് പോകും. ക്ലിയർ ആവുണ്ടല്ലോ? ദിസ് ഈസ് എ വേ ഓഫ് ഡിറൈവിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെൻറ്റർ ഓഫ് എ സോളിനോയിഡ് യൂസിങ് ആംപിയർ സർക്യൂട്ട് ലോ. ക്ലിയർ ആയി വിചാരിക്കുന്നു?